ആകാശ് തൻ്റെ കമ്പനിയുടെ പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമായി കൊച്ചിയിലെത്തിയതായിരുന്നു. ഏകദേശം ഒരു മാസം അവിടെ തന്നെ താമസിക്കേണ്ടി വരും അവന്. ജോലിയുടെ തിരക്കുകൾക്കിടയിലും അവൻ്റെ മനസ്സിൽ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. കൊച്ചിയിലെവിടെയോ തൻ്റെ ചേച്ചി ഉണ്ടാകുമെന്ന പ്രതീക്ഷ. 3 വർഷങ്ങൾക്ക് മുമ്പ് അവളെ കണ്ടെത്താൻ ഒരുപാട് ശ്രമിച്ചിരുന്നു അവൻ. പക്ഷേ അന്നൊന്നും വിജയിച്ചിരുന്നില്ല. എന്നിരുന്നാലും ഇത്തവണ എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്താൻ കഴിയുന്ന വിശ്വാസം അവനുണ്ടായിരുന്നു. അതേ ദിവസം യാമി തൻ്റെ സുഹൃത്തിൻ്റെ സഹോദരൻ്റെ വിവാഹ നിശ്ചയത്തുള്ള ക്ഷണക്കത്ത് നൽകി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അവൾ പതിവ് പോലെ കാർ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അത് സംഭവിച്ചത്. പെട്ടെന്ന് ബ്രേക്ക് അമർത്തിയെങ്കിലും കാർ നിർത്താൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം അവളുടെ ഹൃദയം ഭയത്താൽ വിറച്ചു. ദൈവമേ! അവൾ പരിഭ്രാന്തിയോടെ സ്റ്റിയറിംഗിൽ പിടിമുറുക്കി. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവളുടെ കാർ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിലേക്ക് ഇടിച്ചു കയറി. അതേസമയം ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആകാശ് സഹപ്രവർത്തകരുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പുറത്തുനിന്ന് വലിയൊരു ഇടിയുടെ ശബ്ദം കേട്ടു. അവൻ്റെ ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞു. അവൻ വേഗത്തിൽ പുറത്തേക്കോടി. സ്വന്തം കാർ അപകടത്തിൽപ്പെട്ടത് കണ്ടതും അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. കാറിൽ നിന്ന് യാമി തെറിച്ചു പോയി. ഏത് വെട്ടിയടി നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് തന്നത്? ഈ റോഡ് നിന്റെ അച്ഛൻ്റേതാണോടി? അതോ തലയിൽ കണ്ണു വെച്ചാണോ നീ വണ്ടി ഓടിക്കുന്നത്? വണ്ടി ഓടിക്കാൻ അറിയാതെ നീ എന്തിനാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്? ഓരോരോ നശൂലങ്ങൾ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. യാമി എഴുന്നേൽക്കാനായിട്ട് അപ്പോഴും റോഡിൽ നിന്ന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ അപകടത്തിൻ്റെ ആഘാതത്തിൽ അവൾക്ക് ശരിയായി റോഡിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞില്ല. എന്നെ ഒന്ന് സഹായിക്കാമോ? അറ്റ്ലീസ്റ്റ് തൻ്റെ കൈയൊന്ന് താടോ? അവൾ ദേഷ്യത്തോടെ നാണക്കേടയും കലർന്ന ശബ്ദത്തിൽ ചോദിച്ചു. ആകാശ് ഒരു നിമിഷം അവളെ നോക്കി നിന്ന് ശേഷം കൈകൾ നീട്ടി. അവൾ അവൻ്റെ കൈ പിടിച്ച് എഴുന്നേറ്റു. മതി, നിങ്ങൾ പ്രസംഗിച്ച്. ഞാൻ ആഗ്രഹിച്ചിട്ടല്ല എൻ്റെ വണ്ടി നിങ്ങളുടെ കാറിൽ നിന്ന് കയറ്റിയത്. എൻ്റെ കാറിൻ്റെ ബ്രേക്ക് പോയി. നീയും അതേ സമയത്തല്ലേ ഇങ്ങോട്ട് വന്നേ? അവൾ മുഖം തിരിച്ചു പറഞ്ഞു. അതെ, അത് നിന്റെ തെറ്റല്ല. നിന്റെ കാറിൻ്റെ തെറ്റല്ല. റോഡിൽ വണ്ടിയിടിച്ച് ഞങ്ങളുടെ തെറ്റാണ് അല്ലേ? നിങ്ങൾ അങ്ങനെ പറയുന്നതെല്ലാം നല്ലതിനും തന്നെ. അവൻ അരയിൽ കൈവച്ചുകൊണ്ട് പരിഹാസത്തോടെ അവളോട് പറഞ്ഞു. ഓ, എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്. ശരി, ക്ഷമിക്കണം. നിന്നെപ്പോലെയുള്ള ഒരു മനുഷ്യത്വമില്ലാത്ത എൻ്റെ വണ്ടിയിൽ കയറ്റിയതിന് എൻ്റെ തെറ്റാണ്. അവൾ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ആകാശിൻ്റെ ദേഷ്യം വീണ്ടും ഇരട്ടിയായി. മതി പറഞ്ഞത്. പറഞ്ഞു നീ എങ്ങോട്ടാടി പോകുന്നേ? അവൾ വന്ന് മനുഷ്യൻ്റെ വണ്ടി ഇടിച്ചതും പോലെ ശീലാവധി ചമയുന്നു. അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി. ദേഷ്യത്തിനിടയിലും അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവളിൽ തങ്ങി. തുടുത്ത മുഖം, വിടർന്ന ഉണ്ടക്കണ്ണുകൾ, കുറുമ്പ് നിറഞ്ഞ മുഖത്തെ ഭാവം. അറിയാതെ തന്നെ അവൾ അവനെ ആകർഷിച്ചിരുന്നു. നീ എങ്ങോട്ടാടി പോകുന്നേ? അവളുടെ അടുത്തേക്ക് നടന്നെത്തി അവൻ ചോദിച്ചു. ഇതിനെനിക്ക് 5000 രൂപ തരണം നീ. യാമി ഞെട്ടിപ്പോയി. എന്തിന്? എൻ്റെ കയ്യിൽ അത്രയും രൂപയൊന്നുമില്ല. എന്നാൽ നീ വണ്ടി ഇവിടെ നിന്നും കൊണ്ടുപോകില്ല, അവൻ ഗൗരവത്തോടെ അവളോടായി പറഞ്ഞു. അവളുടെ കണ്ണുകൾ വീണ്ടും വിടർന്നു. കുറുമ്പ് പിടിച്ച് കുഞ്ഞിനെ പോലെ അവൾ അവനെ നോക്കി. വേഗം താ, എനിക്കിവിടെ നിന്ന് പോകണം. എൻ്റെ കയ്യിൽ അത്രയും കാശില്ല, അവൾ വാശിയോടെ പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ ആകാശ് അവളുടെ കാർ എടുത്ത് അതിൽ കയറി ഓടിക്കാൻ തുടങ്ങി. എന്താ നിങ്ങൾ ചെയ്യുന്നത്? വണ്ടി നിർത്താൻ അവൾ അവൻ്റെ പിന്നാലെ ഓടി. എന്നാൽ അവൻ കേട്ട ഭാവം പോലും നടിച്ചില്ല. ഞാൻ തരാം, ഒടുവിൽ അവൾ സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്ന 5000 രൂപ അവൾ നൽകി. ശരി ശരി, വേഗം സ്ഥലം വിടാൻ നോക്കടി, അവൻ പറഞ്ഞു. ദുഷ്ടൻ, കാലൻ, തെണ്ടി. സ്വന്തം വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ അവൾ പെറുപെറുത്തു. ഇവിടെ എവിടെയെങ്കിലും വെച്ചെങ്കിലും ഞാൻ അവനെ കാണും. അപ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയം കാവേരി ഒരു തീരുമാനമെടുത്തിരുന്നു. എന്ത് വില കൊടുത്തും തനുവിനെ ഇന്ദ്രജിത്തിൽ നിന്നും അകറ്റി നിർത്തണം. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ ഇന്ദ്രജിത്തിൻ്റെ വിവാഹ നിശ്ചയ ദിവസം എത്തി. നഗരത്തിലെ പ്രശസ്തമായൊരു റിസോർട്ടിലാണ് ചടങ്ങ്. നഗരത്തിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളായിരുന്നു ശങ്കർ. ശങ്കറിൻ്റെ മകൻ്റെ വിവാഹ നിശ്ചയമായതുകൊണ്ട് തന്നെ നിരവധി വിശിഷ്ടാതികൾ ചടങ്ങിൽ പങ്കെടുക്കാൻ തന്നെ എത്തിയിരുന്നു. തെച്ചു, സുഖമാണോ? നീ എന്താണ് ഇങ്ങനെ? ശങ്കർ അവൻ്റെ മുഖം നോക്കിക്കൊണ്ട് ചോദിച്ചു. കുഴപ്പമില്ല അച്ഛാ, ഇന്നലെ രാത്രി ഞാൻ നന്നായി ഉറങ്ങില്ല, അതുകൊണ്ട് അല്പം ക്ഷീണമുണ്ട്, അവൻ മറുപടി നൽകി. പക്ഷേ അവൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അവൻ്റെ ചിന്തകളിൽ മുഴുവൻ തനുമോളും അവളുടെ ഓർമ്മകളും മാത്രമാണ്. അതിനിടയിലേക്ക് ശങ്കർ മുറിയിലേക്ക് വീണ്ടും വന്നു. എന്താ, രാത്രി മുഴുവൻ നീ സൗദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു തെച്ചു? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെ മുഖം എന്താടാ വല്ലാതിരിക്കുന്നത്? നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ? ഉറക്കമില്ലാത്തത് കൊണ്ടായിരിക്കാം അച്ഛ, ഇന്ദ്രജിത്ത് മറുപടി പറഞ്ഞു.
ശരി, നീ വേഗം ഒരുങ്ങ്. എല്ലാ അതിഥികളും എത്തിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയാൾ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഇന്ദ്രജിത്ത് സോഫയിലിരുന്ന് ദീർഘമായൊന്ന് ശ്വാസമെടുത്തു. തനുമോളെ, ഇന്ന് നമ്മൾ തെച്ചു അങ്കിളിനെ കാണാൻ പോവുകയാണ്. നീ ഇങ്ങനെ തുടർന്നാൽ ഞാൻ നിന്നെ ഇവിടെ തന്നെ നിർത്തും. കാവേരി അവളുടെ ശാസനയോടെ പറഞ്ഞു. അയ്യോ, എൻ്റെ ദൈവമേ, അമ്മേ, പീച്ച് പീച്ച്, ഞാൻ ഒന്നും വാശി പിടിക്കില്ല. തനു പറഞ്ഞു. യഥാർത്ഥത്തിൽ അവൾക്ക് ഇന്ദ്രജിത്തിനെ കാണാനുള്ള വാശിയാണ്. കാവേരി ചെറിയ ചിത്രശലഭങ്ങളുടെ പ്രിന്റ് ചെയ്ത മനോഹരമായ ചുവന്ന ഫ്രോക്ക് തനുവിനെ ധരിപ്പിച്ചിരുന്നു. അതേ നിറത്തിലുള്ള ക്ലിപ്പും മുടിയിൽ വെച്ചു. സ്വയം ഇളം നീല നിറത്തിലുള്ള കോട്ടൺ സാരിയും ധരിച്ചു. സമ്മാനപ്പൊതിയെടുത്ത ശേഷം ഇരുവരും ചടങ്ങിലേക്കായി തിരിച്ചു. കാവേരിയും ധനവും ഓഡിറ്റോറിയത്തിലെത്തി. അതിഥികളെല്ലാവരും എത്തിയിരുന്നു. ആരെയും പരിചയമില്ലാത്തതിനാൽ കാവേരി ഒരു വശത്തേക്ക് മാറി നിന്നു. അപ്പോഴാണ് ചുവന്ന ലഹങ്കയിൽ അതിസുന്ദരിയായ യാമി അവരുടെ അടുത്തേക്ക് വന്നത്. ഓ, നീ വന്നോ കുറുമ്പി, അവൾ തനുവിൻ്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. തനുക്കുട്ടി, വരൂ, ഞാൻ നിനക്കൊരു ഐസ്ക്രീം തരാം. അയ്യോ, അവൾ ഭക്ഷണം കഴിക്കുന്നിടയിൽ അതൊക്കെ കഴിച്ചോളും, കാവേരി പറഞ്ഞു. നമുക്ക് തെച്ചങ്കിളിനെ കാണണ്ടേ, യാമി ചോദിച്ചു. അത് കേട്ടതും തൻ്റെ തല കുലുക്കി. വേണ്ട യാമി, അവൾ അവിടെയെല്ലാം ഓടി നടന്ന് ആകെ പ്രശ്നമുണ്ടാക്കും, കാവേരി പറഞ്ഞു. വേണ്ട, എനിക്ക് തെച്ചു അങ്കിളിനെ കാണണം, കുഞ്ഞ് വാശി പിടിച്ചു. അടുത്ത നിമിഷം തന്നെ അവൾ സ്റ്റേജിലേക്ക് ഓടിക്കയറി. അവളുടെ പിന്നാലെ കാവേരിയും നടന്നു. എന്നാൽ സ്റ്റേജിലേക്ക് നോക്കിയ നിമിഷം കാവേരി ഞെട്ടി നിശ്ചലമായി നിന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന സമ്മാനപ്പൊതി തന്നെ താഴേക്ക് വീണു. വർഷങ്ങളായി വെറുത്തിരുന്ന ആ മുഖം, സ്വപ്നത്തിൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആ മനുഷ്യൻ അവളുടെ കൺമുന്നിൽ നിന്നു. ഞെട്ടലിൽ വീഴാൻ പോയ അവൾ അടുത്ത കസേരയിൽ പിടിച്ചു നിന്നു. അവളുടെ കൺമുന്നിൽ വെച്ച് ഇന്ദ്രജിത്ത് മോതിരം കൈമാറി. അവൻ സൗദിയുടെ വിരലിൽ മോതിരം അണിയിച്ചു. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ഒരു വശത്തേക്ക് തറഞ്ഞു. കാവേരി അവൻ്റെ ശബ്ദം വിറച്ചു. അത് കേട്ട നിമിഷം കാവേരിയുടെ നിയന്ത്രണം നഷ്ടമായി. അവൾ വേഗത്തിൽ സ്റ്റേജിലേക്ക് കയറി. എൻ്റെ പേര് വിളിക്കാൻ നിനക്ക് അർഹതയില്ല, അവൾ അലറിക്കൊണ്ട് അവൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനിയും എത്ര പെൺകുട്ടികളെ നീ ചതിക്കേണ്ടി വരും? സ്റ്റേജിലുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി. നിനക്ക് നാണമില്ല ഇന്ദ്രജിത്ത്, അവളുടെ കണ്ണുകൾ ഒഴുകി. ഇത്രയും നിഷ്കളങ്കമായ മുഖമുള്ള നീ എത്ര പെൺകുട്ടികളാണ് നശിപ്പിച്ചത്? ഇന്ദ്രജിത്ത് ഞെട്ടലോടെ അവളെ നോക്കി. നീ കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതം നശിച്ചു. പറയൂ, ഇനിയും എന്തിനാണ് നീ ഇതെല്ലാം ചെയ്യുന്നത്? എന്തിനാണ് നീ എന്നെ ചതിച്ചത്? അവൾ അലറി വിളിച്ചു. ഇന്ദ്രജിത്ത് അവളുടെ വാക്കുകളുടെ അർത്ഥം പോലും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. ആ രംഗം കണ്ട് ഞെട്ടിപ്പോയ അനുപമയും ശങ്കറും വേഗത്തിൽ വേദിയിലേക്ക് കയറി. മുഴുവൻ ഓഡിറ്റോറിയത്തിലും നിശബ്ദമായി. എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ കാവേരിയിലും ഇന്ദ്രജിത്തിലും മാത്രമായി. കാവേരിയുടെ വാക്കുകൾ കേട്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും അമ്പരന്ന് പോയി. ഒരു നിമിഷം മുൻപ് വരെ ആഘോഷത്തിൻ്റെ നിറവിലായിരുന്ന വേദി പെട്ടെന്ന് നിശബ്ദതയിൽ മുങ്ങി. എല്ലാവരുടെയും കണ്ണുകൾ ഇന്ദ്രജിത്തിലേക്കും കാവേരിയിലേക്കും നീണ്ടു. എന്നാൽ ഇന്ദ്രജിത്ത് മാത്രം അവിടെ നിശ്ചലനായി നിന്നു. അവൾ പറഞ്ഞ വാക്കുകളുടെ അത്ര പോലും അവൻ അപ്പോഴും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾ ആരോപിക്കുന്ന കാര്യങ്ങളിലൊന്നും തനിക്ക് പങ്കുമില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. ഇനി തെച്ചു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പെൺകുട്ടിയെ നീ അറിയാമോ? ശങ്കർ ഗൗരവത്തോടെ അവനോടായി ചോദിച്ചു. ഇന്ദ്രജിത്ത് പതുക്കെ ഇരുവശങ്ങളിലേക്കും തലയാട്ടി. അവൻ്റെ മറുപടി കണ്ടതും കാവേരിയുടെ ഉള്ളിൽ വർഷങ്ങളായി അടക്കി വെച്ചിരുന്ന വേദന വീണ്ടും പൊട്ടിത്തെറിച്ചു. ഒരിക്കൽ നീ എൻ്റെ ജീവനാണ്, നീയല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല കാവേരി എന്ന് പറഞ്ഞ് തന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത മനുഷ്യൻ ഇപ്പോൾ തന്നെ അറിയില്ലെന്ന് പറയുന്നു. ആ ചിന്ത മാത്രം അവളുടെ ഹൃദയം കീറിമുറിച്ചു. എന്താ, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? അത് പറഞ്ഞു തീരും മുൻപേ അവളുടെ ശബ്ദം ഇടറി. നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? നിന്റെ സ്നേഹത്തിന് എന്ത് പ്രതിഫലമാണെന്ന് നിനക്കറിയാമോ? അവൾ ചോദിച്ചു. ശേഷം സ്റ്റേജിൽ നിന്ന് താഴേക്കിറങ്ങി തനുവിനെ കൈകളെടുത്തു. വീണ്ടും ഇന്ദ്രജിത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അവൾ അവനോടായി പറഞ്ഞു. ഇത് നോക്ക്, നിന്റെ സ്നേഹത്തിൻ്റെ പേരിൽ നീ എന്നെ ഉപയോഗിച്ചു, എന്നെ ഉപേക്ഷിച്ചു. നിന്റെ അതേ മുഖമാണ് എൻ്റെ തനുവിനുള്ളത്. എന്നിട്ടും നിനക്കെന്നെ ഓർമ്മയില്ലേ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ എൻ്റെ ജീവിതം ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ മകളെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. നീ ഇപ്പോഴും ഇവിടെ ഒരു പെൺകുട്ടിയുമായി വിവാഹ നിശ്ചയം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവളുടെ മുഖം ദേഷ്യവും വേദനയും കൊണ്ട് നിറഞ്ഞു. കണ്ണുകൾ അടക്കി പിടിച്ചുകൊണ്ടാണ് അവൾ ഓരോ വാക്കും പറഞ്ഞത്.